എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചൂസ് ചെയ്തത്. ആ ഒരു കോഴ്സ് ഞാൻ പഠിക്കാൻ സെലക്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി ഒരുപാട് പേരുടെ നെഗറ്റീവ്സ് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ നമുക്ക് നെഗറ്റീവ്സ് ആയിരുന്നു എനിക്ക് തന്നത്. ആകെ വളരെ കുറച്ച് പേരായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇറ്റ്സ് മീ അൽമാസ് ഹാരിസ്. ഒരു ഫാഷൻ ഡിസൈനിങ് കം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഹോം ബേസ്ഡ് ബൊട്ടിക്കാണ് ഞാനിപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ ഹോം ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്നവർ എപ്പോഴും കേട്ട് വരുന്നൊരു കാര്യമാണ്, എന്തിനാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ച വല്ല ഗുണം ഉണ്ടാവോ, അങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗായ്സ്, നിങ്ങൾക്ക് എടുത്ത ഏറ്റവും നല്ല തീരുമാനത്തിലൊന്ന് തന്നെയാണ് ആ ഒരു കോഴ്സ്. അപ്പോൾ ഈ ഒരു മന്തിലെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ഡയറക്റ്റ് ക്ലയൻറ്റിനോ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താണ് കേട്ടോ. ആളുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് മോമോ ഡോക്ടർ കോംബോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു മൊത്തം 6 ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് ആണ്. അപ്പോൾ നിയർ ബൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് പോയിട്ട് വരാകിന്ന് ഫാബ്രിക്സ് സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെലക്ട് ആക്കി ഡയറക്റ്റ് വന്നുകൊണ്ട് തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസൊക്കെ സെലക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു 1 മന്തിൽ ഞാൻ എടുത്ത വർക്ക്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കൂടുതലും ബ്രൈഡൽ വർക്ക്സാണ്. സ്റ്റാർട്ടിങ് 4000 മുതൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. 4000 to 1 lakh വരെയും വരുന്ന ഔട്ട്ഫിറ്റ്സുകൾ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് എടപ്പള്ളി എന്നുള്ളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ. ആളുടെ നമ്പർ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആൾ ട്രയൽ ചെയ്യുന്ന ടൈമിലുള്ള ഫോട്ടോയെ എൻ്റെ കയ്യിലുള്ളൂ. ബ്രൈഡായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഇത് കൊല്ലത്തുള്ള കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ പാറ്റേണിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോമോ ഡോട്ടർ കോംബോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള 6 ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഡയറക്റ്റ് വന്ന് ട്രയൽ ചെയ്തിട്ടൊക്കെയാണ് പർച്ചേസ് ആക്കി പോയത്. അവർ ഹാപ്പിയാണ് കേട്ടോ. ഇത് കൊല്ലത്തുള്ള കസ്റ്റമറിൻ്റെ ബ്രൈഡൽ ലുക്കാണ്. കൂടുതലും എനിക്ക് ഓൺലൈൻ വർക്ക്സ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളൂ. ഡയറക്റ്റ് കുറവാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ചെയ്യുന്നു. ഒരു റെൻ്റൽ ഔട്ട്ഫിറ്റ് 12K ബഡ്ജറ്റിൽ നോക്കിയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവരുടെ റിക്വയർമെൻറ്റ് ബേസ്ഡ് തന്നെ. അപ്പോൾ ഇതിലേക്ക് നിക്കാബ്, ഹിജാബ്, വെയിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മന്തിലെ വർക്ക്സുകൾ. നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടമായെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസിൽ കമൻറ്റ്സ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക. ലാസ്റ്റ് വീക്കൊക്കെ നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം ഷോർട്ട് വീഡിയോസ് മാത്രമായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ മാക്സിമം നമ്മൾ ലോങ് വീഡിയോസിലേക്ക് മാറാൻ ശ്രമിക്കുന്നതാണ്. ഒരുപാട് സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നവരും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോത്തിങ് ബിസിനസ് റിലേറ്റഡ് മാത്രമല്ല, ഒരു 9 to 5 ജോബ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളൊരു സെക്കൻഡ് ഇൻകം എന്നുള്ള രീതിയിൽ ഈ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ളൊരു കഴിവ് ക്ലോത്തിങ് ഫീൽഡ് അല്ല എന്നെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫീൽഡിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാം. ഓൺലൈൻ ത്രൂ മാത്രമൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വർക്ക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കസ്റ്റമൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിയർ ബൈ ഡേറ്റ്സിൽ നമ്മൾ ചെയ്ത വർക്ക്സുകളാണ് ഞാൻ ഈ ഷെയർ ചെയ്തതെല്ലാം. അപ്പോൾ ഇതിൽ ഏത് ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നിക്കാബി ബ്രൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ കൂടിയാണ്, അബായൊക്കെ വെയർ ചെയ്യുന്നവർക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ട് ഇൻസ്റ്റഗ്രാം പേജായ സാദ് ബ്രൈഡൽ കുട്ടിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.